പിറ്റേ ദിവസം അമ്പലത്തിൽ തൊഴുകാൻ വേണ്ടി ഇറങ്ങാണ്. 5 മണിക്കാണ്. എന്നാലും ചുമ്മാ അത് നോക്ക്, പപ്പ അത് കാണിക്കും. അതെന്താ കാണിക്കുന്നു നോക്ക്. അവിടെ എന്തോ നടക്കുമോന്ന് ചാടാൻ കിട്ടാൻ പറ്റുമോ? ഹലോ, ഇതൊക്കെ കാണിക്കും. അത് നോക്കേ, സന്തോഷം നോക്കണം. പഴംപൊരി കഴിഞ്ഞു. എവിടെ ഒരു ശമ്പളം ഇത് ഭക്ഷണം ഉണ്ടാവില്ല. എന്താ അതെടുക്കും. അത് കേശവൻ. നല്ല മനോഹരമായ ഡാൻസ് അല്ലേ? എന്താ പറയുക, അത് തിരുവാതിരക്കളിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി തെറ്റാണോ എന്നറിയില്ല. പക്ഷേ ഇതിന് പാട്ടിന് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്തു കേട്ടോ. ഇവിടെയും അതെ, ഒത്തിരി അരങ്ങേറ്റങ്ങൾ നടക്കുന്ന ദിവസമായിരുന്നു ഈ ഒരു ദിവസം. ഇതിലും നമുക്ക് വോയിസ് പാട്ട്, ചില പാട്ടുകൾ ഇടുന്ന സമയത്ത് നമുക്ക്, എനിക്ക് തോന്നുന്നു ഈ പോകുന്ന ആളായിരുന്നു തോന്നുന്നു അമൽ വിജയൻ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലി. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മിണ്ടാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളാണോ എന്നൊരു ചെറിയ ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ, കൺഫേം അല്ല. പക്ഷേ ആളുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഇതേപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി അരങ്ങേറ്റങ്ങളും ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുകാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞ അന്ന് നമുക്ക് അമ്പലത്തിൽ ശ്രീകോവിലിൻ്റെ അകത്ത് കയറി തൊഴുകാൻ പാടില്ല, പിറ്റേ ദിവസം തൊഴുകണം കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് പറയുക, തൊഴുകില്ല ആരും കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വൈകിട്ട് തൊഴുകാമെന്ന് വിചാരിച്ചു. കാരണം 1-2 ദിവസത്തെ ടയർഡ്നെസ് ഒക്കെ ഉണ്ടല്ലോ. എന്നാലും ഇപ്പോഴും ടയർഡ്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും പറയാം, വൈകിട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 5 മണിക്കാണ് നമ്മൾ അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. നമുക്ക് അറിയുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ. അപ്പോൾ ആൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ VIP ക്യൂവിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നമ്മുടെ ചില സിറ്റുവേഷൻസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ ഞാൻ അനൂപിനോട് പറഞ്ഞ് ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതിൽ ദിലീപിനെയും കാർത്തു ഫാമിലി, ഞങ്ങൾ അനിയനും അനിയത്തിയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ മിസ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് അവരെ മിസ് ചെയ്യും, ഒരു സ്ഥലത്ത് ഇവരെ മിസ് ചെയ്യും. അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അമ്പലത്തിൽ എന്താ പറയുക, പെട്ടെന്ന് പോയി തൊഴുതു. പെട്ടെന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തൊഴുതിട്ട് നമ്മൾ നേരെ, എന്താ എല്ലാവർക്കും അറിയാമല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ മമ്മിയൂർ പോകണം എന്നുള്ളത്. അപ്പം അങ്ങനെ മമ്മിയൂരിലോട്ട് പോവുകയാണ് കേട്ടോ. എന്ത് രസമല്ലേ കാണാനായിട്ട്. നോക്കൂ, എന്തൊരു മനോഹരമായ ഒരു ഇതാണ്. ഈവനിങ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 6:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ രേണു പറയുമായിരുന്നു, ഇങ്ങനെ കുളത്തിൽ മീനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ നേരെ
മമ്മിയൂർ കൂടെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും മൊത്തത്തിൽ ടയർഡ്നെസ്സൊക്കെയാണ്, എങ്കിലും എന്താ പറയുക, ഇവിടെ തൊഴുതാൽ നമ്മൾ അവിടെ പോയി തൊഴുകണം കേട്ടോ. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മമ്മിയൂർ തൊഴുകാതെ പോവരുത്. അതെല്ലാവരും പറയുന്നു. അതും ഗുരുവായൂർ അമ്പലത്തിൽ ഫസ്റ്റ് തൊഴുകുന്നവർ എന്തായാലും മമ്മിയൂർ തൊഴുകാതെ പോവരുതെന്ന് പറയാറുണ്ട്. അല്ലെങ്കിലും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ മമ്മിയൂർ പോകണമെന്നാണ് പറയുക. അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് അത്ര വ്യക്തമായിട്ടൊന്നും അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എത്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ മമ്മിയൂർ പോയി, മമ്മിയൂർ നന്നായിട്ട് തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, നല്ലപോലെ പ്രാർത്ഥിച്ചു. എല്ലാം ഭഗവാനായിട്ട് നടത്തി തന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു കാര്യമാണ്. കല്യാണം എന്നൊരു മോഹം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെന്ന്, ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും വേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എല്ലാം ദൈവം നിശ്ചയം എന്ന് പറയുന്ന പോലെ ഭഗവാൻ എന്ത് വിചാരിക്കുന്നു അതായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുക. അത് ആരൊക്കെ തടുത്താലും അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അത് നടന്നിരിക്കും. അപ്പോൾ അതേപോലെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ഒരൊറ്റ ഇത് തന്നെ ഞാൻ ഓക്കെ പറയാനും അത് ഇവിടെ വരെ എത്തി ഞങ്ങൾ ഒന്നായി, അത് ദൈവം തന്നെയാണ്, വേറെ ആരുമല്ല. ദൈവം എന്താണോ ദൈവം നമുക്ക് എഴുതിയിരിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ നടക്കുമെന്ന് പറയുന്നതിൽ എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ എല്ലാം എന്താ പറയുക, എന്തൊരു മനോഹരമല്ലേ. ഗുരുവായൂർ വന്നാൽ തന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു എന്താ പറയുക, എന്താ അറിയില്ല, ഇവിടെ കാല് കുത്തിയാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒത്തിരി സമാധാനവും ഒരു പീസ്ഫുൾ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ നമ്മളിവിടെ കാല് കുത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം, അല്ലാതെ നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കയറാനൊന്നും പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അകത്ത് കയറാമെന്ന് വിചാരിച്ചു. നന്നായി തൊഴുതു. പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെ നമ്മൾ തൊഴുത് ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ, അകത്ത് കയറിയോ. അപ്പോൾ ശിവേരി നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു സുന്ദര കുട്ടപ്പനായ ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറേ കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആളുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. എന്നാലും കുറേ നേരം ഇങ്ങനെ കാതുകളും മാട്ടി ഇങ്ങനെ എന്താ പറയുക, ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്നു. പിന്നെ മീനുവിനും സഞ്ജുവിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തെ പോലെ അല്ലല്ലോ, ഇവിടത്തെ പോലെ അല്ല. ചെന്നൈയിൽ അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല, എപ്പോഴെങ്കിലും അപൂർവമായിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു ആനപ്രേമി ആണോ എന്നൊരു ഡൗട്ട് എനിക്കില്ലാതില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ അടുത്ത് പോകുമ്പോൾ ആർക്കായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ അല്ലേ, ആ പേടി എനിക്കും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ആളിങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആളെന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ പൊട്ടിച്ചൊരു കിട്ടിയാലും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളങ്ങനൊന്നും ചെയ്തില്ല കേട്ടോ. അതുകൊണ്ടോ പൊട്ടിക്കണ കണ്ടു ഞാൻ വെച്ചു ഇപ്പോൾ നമ്മളെ എടുത്ത് എറിയുന്നൊക്കെ വിചാരിച്ചു. ആളുടെ പേരെന്തായാലും ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പുറത്ത് അനു നിൽക്കണോണ്ട് മീനൂട്ടി പോയിട്ട് എന്തോ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അനു. അങ്ങനെ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ അവിടുന്ന് നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, പോവുകയാണ്. പിന്നെ എന്താ പറയുക, ഒത്തിരി സന്തോഷം. എല്ലാം പെട്ടെന്ന് നടന്ന പോലെ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പെട്ടെന്നായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ സ്വപ്നമാണോ റിയലാണോ എന്നൊന്നും നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ എല്ലാം ഭഗവാന്റെ നിശ്ചയം പോലെ, ഭഗവാൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് ഭഗവാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ ഇങ്ങനെ എനിക്കൊരു വിധി എഴുതിയിട്ടുണ്ടാവും, അതങ്ങ് ഭഗവാൻ നടത്തി അല്ലേ. അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ സ്വപ്നത്തിലാണോ അല്ലെങ്കിൽ റിയൽ ആണോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എന്നും ഇവിടുന്ന് കഴിച്ചതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗുരുവായൂർ തന്നെ കഴിക്കില്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് ഒന്ന് മാറി ചിന്തിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്തൊരു ശരവണ ഭവനുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനും കൂടെ എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടിട്ട് ഞങ്ങൾ പോയി കേട്ടോ. പോകുമ്പോൾ ഓട്ടോയിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് സോപാന സഞ്ജുവിൻ്റെ ബസ് വന്നപ്പോൾ കല്യാണ ദിവസം നമ്മൾ അങ്ങോട്ടാണ് പോയത്. തിരിച്ച് വീട്ടിൽ കയറിയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ നേരെ പോയി. അന്നത്തെ ദിവസം സ്റ്റേ ഗുരുവായൂർ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പിറ്റേ ദിവസം അമ്പലത്തിലൊക്കെ പോയി തോന്നിട്ട് വീണ്ടും നമ്മൾ 2 ദിവസത്തെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. എല്ലാവരും ഓടുകയാണ്, റൂം എത്തിയാൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്നെ വിട്ടിട്ട് ഓടുന്നു കണ്ടവരൊക്കെ എന്താ ചെയ്യുക.
Start. Off it. Guys, room tour. Swimming pool.